ഹലോ, അപ്പം വന്നിരിക്കുന്ന കുറച്ച് ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ആയിട്ടാണ്. നിമിഷം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ഈ ഒ ടി ടി അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ പടൈ തലവൻ എന്ന് പറഞ്ഞ തമിഴ് സിനിമേന്റെയാണ്. ടെൻകോട്ട എന്ന് പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് തമിഴ് പതിപ്പിലായിട്ട് ഇപ്പോൾ സിനിമ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത്. ജൂലൈ 18 മുതലാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം അല്ലെങ്കിൽ സ്ട്രീമിംഗ് നടന്നിരിക്കുന്നത്. എന്തായാലും കാണാത്തവരായി പോയി കാണുക പടൈ തലവൻ. നമ്മുടെ ധനുഷ് അതുപോലെ തന്നെ നാഗാർജുൻ, രശ്മിക മന്ദൻ എന്നിവർ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് കുബേര എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെലുങ്കാണ് സിനിമയുടെ ഒറിജിനൽ ലാംഗ്വേജ്. തമിഴിലും ഹിന്ദിയിലും മലയാളത്തിലും കന്നഡയിലും ഡബ് ചെയ്ത് ഇപ്പോൾ ചിത്രം നമ്മുടെ ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല സിനിമയാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. മറ്റൊരു ഹിന്ദി സിനിമയാണ് നമ്മുടെ അക്ഷയ് കുമാർ അഭിനയിച്ച നമ്മുടെ ഹൗസ്ഫുൾ 5 എന്ന് പറഞ്ഞ സിനിമ. സിനിമയ്ക്ക് 2 പതിപ്പുണ്ട്, 5A അതുപോലെ തന്നെ 5B എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിൽ 2 ഫോർമാറ്റിൽ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ് കുമാർ മാത്രമല്ല അഭിഷേക് ബച്ചനും സിനിമയിൽ കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്നത്. അതുപോലെ ജാക്കി ഷെർഫ്, സഞ്ജയ് ഡൂട്ട്. പടം കണ്ടുവരുന്നെങ്കിൽ പടത്തിന്റെ അഭിപ്രായം ബുക്ക് ചെയ്യപ്പെടുത്തുക. മറ്റൊരു അന്യഭാഷ സിനിമയാണ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ കന്നഡ സിനിമ. ജൂലൈ 25 പടം ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. സൺ നെക്സ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരിക്കും എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഈ ഒരു എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ സിനിമേന്റെ ഒ ടി ടി റിലീസിനായിട്ട്. മറ്റൊരു കോഡ് ഡ്രാമ സിനിമയാണ് സത്യവും നീതിയും എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടിട്ട് നല്ല പ്രോമിസിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. Z5 ഇപ്പോൾ തമിഴിലും അതുപോലെ തന്നെ ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ് ആയ കന്നഡ, തെലുങ്ക് ഭാഷയിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Z5 സത്യവും നീതിയും എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് എന്തായാലും നല്ലൊരു എക്സ്പെക്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ട്രെയിലർ കണ്ടിട്ട്. പടം കണ്ടവരുണ്ടെങ്കിൽ പടത്തിന്റെ അഭിപ്രായം ബുക്ക് ചെയ്യപ്പെടുക. നിമിഷ വിജയൻ അതുപോലെ തന്നെ നമ്മുടെ അഥർവ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച തമിഴ് സൂപ്പർ ഹിറ്റ് സിനിമയാണ് DNA എന്ന് പറഞ്ഞ സിനിമ. നിലവിൽ നമ്മുടെ സിംപ്ലി സൗത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലുമായിട്ട് മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസിലായിട്ട് നമ്മുടെ DNA എന്ന് പറഞ്ഞ തമിഴ് ചിത്രം ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. കാണാൻ പറ്റുന്നതായി പോയി കാണുക. കണ്ട സിനിമയുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു മലയാളം സിനിമയാണ് റോന്ത് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ നമ്മുടെ ജിയോ സ്റ്റാർ ആണ് മേടിച്ചിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ നമ്മുടെ റോന്ത് എന്ന് പറഞ്ഞ നമ്മുടെ റോഷൻ മാത്യു, ദിലീഷ് പോത്തൻ ചിത്രം ഇപ്പോൾ ഒ ടി ടി റിലീസിനായിട്ട് പോവുകയാണ്. ജൂലൈ 22 ആയിരിക്കും സിനിമ ഒ ടി ടി റിലീസിന് പോകുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് റോന്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട്. വിനയ് ഫോർട്ട് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഈ വർഷം പുറത്തിറങ്ങിയ സംശയം എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ നമ്മുടെ മനോരമ മാക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. ഈ വരുന്ന ജൂലൈ മാസമാണ് പടം ഒ ടി ടി റിലീസും ചെയ്യുന്നത്. ജൂലൈ 24 സിനിമയുടെ ഒ ടി ടി റിലീസ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും വിനയ് ഫോർട്ടിന്റെ സംശയം സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം നമുക്ക്. മറ്റൊരു തെലുങ്ക് സിനിമേന്റെയാണ് ഷോർട്ട് ടൈം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങൾ സൺ നെക്സ്റ്റ് നെറ്റ്വർക്കാണ് മേടിച്ചിരിക്കുന്നത്. ജൂലൈ 25 ഈ ഒരു ഷോർട്ട് ടൈം എന്ന് പറഞ്ഞ അന്യഭാഷ സിനിമ ഒ ടി ടി റിലീസിന് പോകുന്ന സൺ നെക്സ്റ്റ് വഴി. കാത്തിരിക്കാം നമുക്ക്. മറ്റൊരു മലയാള സിനിമേന്റെയാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നാണ് സിനിമ പേര് നൽകിയിരിക്കുന്നത്. ഒരു മലയാള സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ മലയാളം സിനിമകളുടെയും മറ്റു സിനിമകളുടെയും ഒ ടി ടി റിലീസിനായിട്ടും ഒ ടി ടി അപ്ഡേറ്റുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.